الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ വിശുദ്ധ റമദാൻ അതിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. പഞ്ചസാര കുന്നിൽ തേനൊഴിച്ചതുപോലെ എന്നതുപോലെ വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്, ഏറ്റവും മികച്ച ദിവസങ്ങളിൽ ഒന്നാണ്. അത് റമദാനിൽ വരുമ്പോൾ അതിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കുകയാണ്. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുതുബക്ക് കയറുന്നതിന് മുമ്പ് രണ്ട് സഹോദരങ്ങൾ രണ്ട് വാർത്ത പറയുണ്ടായി. ഒരാൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസത്തിലാണ്, ദുആ ചെയ്യണേ എന്ന്. വേറൊരാൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ തറാവിഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു, അദ്ദേഹം മരണപ്പെട്ടു എന്ന്. ഇങ്ങനെ കഴിഞ്ഞ റമദാനിൽ നിന്ന് ഈ റമദാന് വരെ ഒരുപാട് നമ്മുടെ ഇഷ്ടജനങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, പരിചയമുള്ളവർ, ധാരാളം രോഗികളും അതുപോലെ തന്നെ അകാല ചരമമടയുമെല്ലാം ചെയ്തവരിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം, മരണപ്പെട്ട മുഴുവൻ വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി ശയ്യകളിലുള്ള രോഗികൾക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നിമിഷങ്ങളാണ്, നാളുകളാണ്. ഒരു പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്യുമ്പോൾ അപ്പോൾ ആമീൻ പറഞ്ഞത് കൊണ്ട് നമ്മുടെ കടമ തീരുന്നില്ല. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കണേ, ഇന്ന ആൾക്ക് ഇന്ന അസുഖമുണ്ട്. അത് കേട്ടിട്ട് പോകലല്ല. നമ്മുടെ പ്രാർത്ഥനയിൽ അല്ലാഹുവേ, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അവർക്ക് ആ വിഷയത്തിൽ നീ എളുപ്പമാക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചാൽ അതെന്താണോ വിഷയം അത് നമ്മെ ബാധിക്കാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമെന്നാണ്. നമ്മുടെ സഹോദരിക്ക് വേണ്ടി അവർ കേൾക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കുകയും അതേ നന്മ നമുക്ക് ലഭിക്കുകയും ചെയ്യും. മലക്കുകൾ ആമീൻ പറയുമെന്നാണ്. അത്ര വലിയൊരു അവസരമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ അനൗൺസ് ചെയ്യുമ്പോൾ അത് വെള്ളിയാഴ്ച ദിവസത്തിലൊരു കടമയാണ്, ചടങ്ങാണെന്ന് വിചാരിക്കാതെ അത് നമ്മോടുള്ള ഒരു വസിയത്താണ് എന്ന് ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാനിന്റെ പുണ്യദിനങ്ങള്, അതിന്റെ നിമിഷങ്ങള് അതിവേഗം നമ്മളിൽ നിന്ന് മിന്നൽ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ വരുന്നെന്ന് പറഞ്ഞത് ഒരാഴ്ചയായി, 6 ദിവസം നോമ്പായി. എത്ര വേഗതയിൽ! നമുക്കുള്ള പാപമോചനത്തിന്റെ നന്മയുടെ പുണ്യത്തിന്റെ നാളുകളാണ്, അവസരങ്ങളാണ് നമ്മിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പോയ റമദാന്റെ നാളുകൾ നമുക്ക് അനുകൂലമായ റബ്ബിനോട് സാക്ഷി പറയുമാറാകട്ടെ. വരാനിരിക്കുന്ന റമദാന്റെ നാളുകൾ അള്ളാഹുവിൽ സാക്ഷിയാകുന്ന വിധം അതിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്നാൽ ഈ റമദാന്റെ നാളുകൾ ഇങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമായ വാർത്തകളല്ല. വളരെ സങ്കടകരവും ഭയാനകവുമായ വാർത്തകൾ റമദാനിന്റെ ഓരോ പ്രഭാതവും പുലരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മളെയെല്ലാം കൂടുതൽ അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ്. പ്രായവ്യത്യാസമില്ലാതെ ലഹരിയും മ്യൂസിക് ബാൻഡുകളും സിനിമകളും ലിബറൽ ചിന്തകളും നിരീശ്വരത്വവാദങ്ങളുമെല്ലാം അങ്ങനെ വ്യത്യസ്തമായ അഡിക്ഷനുകൾ മൂലം നമ്മുടെ രാജ്യം, നമ്മുടെ സാമൂഹിക രംഗം കലാപഭൂമിയായി കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹപാഠിയെ കൊന്ന് അത് വളരെ ലാഘവത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ, എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലുക എന്ന് സോഷ്യൽ മീഡിയയുടെ സെർച്ച് നടത്തി പഠിച്ചുകൊണ്ട് തന്റെ കൂടെ പഠിക്കുന്ന സഹോദരനെ കൊല്ലാൻ വരെ ക്രൂരമായ മനസ്സിനുടമകളായി ഇന്ന് കൗമാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് 10, 15, 13 വയസ്സായ കുട്ടികളാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ സമൂഹം, വളരുന്ന തലമുറ, നമ്മുടെ വീടകങ്ങളിലുള്ള മക്കളുടെ ചിന്ത, അവരുടെ മനസ്സ് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മുഴുവൻ മനുഷ്യ സമൂഹത്തിനും നിങ്ങൾ മാതൃകയാകേണ്ടവരാണ്, അതിനാണ് നിങ്ങളെ ഓർത്തെഴുന്നേൽപ്പിച്ചെന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഇന്ന് കേൾക്കുന്ന വാർത്തകളിൽ അധികവും എന്നതാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളയുന്നത്. പുതുതലമുറയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ സഞ്ചാരം എങ്ങോട്ടാ എന്ന ചോദ്യത്തിന് ഉത്തരമിടാൻ നിൽക്കുകയാണ് സർവ നേതാക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും. കുട്ടികളെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ തെറ്റിനനുസൃതമായ ഉപദേശങ്ങളും ശിക്ഷകളും കൊടുക്കുക എന്നത് അത് ഇന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ചെയ്യുന്ന തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ ആനന്ദിക്കുവാനും ഉള്ള ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അരാജകത്വങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും എങ്ങനെ ഈ തലമുറയെ രക്ഷിക്കാമെന്ന് നിയമസഭ നിർത്തിവെച്ചുകൊണ്ട് വരെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാജ്യമെത്തിയെങ്കിൽ ഈ സന്ദർഭത്തിൽ നാം നിലകൊള്ളുന്ന ഈ മാസത്തിനും അതിൽ അവതീർണമായ വിശുദ്ധ ഗ്രന്ഥത്തിനും കൃത്യമായ ചില അഭിപ്രായങ്ങള്, ചില നിർദ്ദേശങ്ങള് ഈ ലോകത്തിന് മുമ്പിൽ, ഈ സമൂഹത്തിന് മുമ്പിൽ പറയുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും സാന്ത്വനമായി, സമാധാനമായി വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണിത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി ബയ്യിനാത്തിൻ വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ.
അള്ളാഹു പറഞ്ഞില്ലേ, ഈ റമദാൻ മാസത്തിൽ നാം ഖുർആൻ ഇറക്കിയിരിക്കുന്നു. കേവലം വായിക്കേണ്ടുന്ന, കേവലം പൂജിക്കേണ്ടുന്ന ഒരു പൂജാവാക്കുകളോ മന്ത്രവാക്കുകളോ ആയിട്ടല്ല, മറിച്ച് ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് നേർമാർഗമാണ്. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, പ്രതികാരത്തിൽ നിന്ന് വിട്ടുവീഴ്ചയിലേക്ക്, അധപ്പതനത്തിൽ നിന്ന് പുരോഗതിയിലേക്ക്, അങ്ങനെ മനുഷ്യന്റെ മനസ്സിന്റെ വെളിച്ചത്തിന്റെ, അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഗൈഡൻസ് ആണ് വിശുദ്ധ ഖുർആൻ. വൽ ഫുർഖാൻ, നന്മതിന്മകൾ കൂടിൽ കലർന്നുകൊണ്ട്, മണ്ണുനിലകൾ കേടിക്കലർന്നുകൊണ്ടുള്ള ഈ ലോകത്തിൽ മനുഷ്യൻ അവൻ എന്താണ് നന്മ എന്ന് അവന് കൃത്യമായി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അവൻ ചിന്തിക്കാൻ കഴിയുന്ന വ്യക്തമായ മാർഗദർശനമായി കൊണ്ട്, നന്മ തിന്മയുടെ വ്യവച്ഛേദമായി കൊണ്ട് റബ്ബ് തആല ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും കൃത്യമായതിലേക്ക്, നല്ലതിലേക്ക് ഈ ഖുർആൻ നിങ്ങൾക്ക് വഴി കാണിക്കുന്നു. അല്ലാഹു പറയുകയാണ്, ഈ ഖുർആൻ അള്ളാഹുലേക്കും അവൻ മനുഷ്യ രക്ഷക്കായി അവതരിപ്പിച്ച ഈ ഖുർആനിലേക്കും മടങ്ങുകയാണ്. ലോകത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഏത് പ്രശ്നത്തിനുമുള്ള ഏക വഴിയെന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ ജീവിതം കൊണ്ട് വരച്ചു കാണിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളാകാൻ വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തേക്ക് മുസ്ലിം എന്ന ഓമനപ്പേര് നൽകി ഈ ലോകത്ത് നമ്മുടെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അതെ, എന്തിനു വേണ്ടിയാണ്? നിങ്ങളെല്ലാം അപ്രകാരം ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ്. ഈ വിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ പോരാ, അത് ജീവിതം കൊണ്ട് വരച്ചു കാണിക്കാൻ, നാം ഇടപെടുന്ന മേഖലകളിൽ ജീവിക്കുന്ന ആ സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് എന്താണ് ഖുർആനിന്റെ മഹത്വമെന്ന് നമ്മുടെ ജീവിതം കൊണ്ട്, മുസ്ലിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് റബ്ബ് പറഞ്ഞത്, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചു കാണിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആന്റെ ജീവിക്കുന്ന പതിപ്പായിരുന്നു. അതേപോലെ നിങ്ങളും ഖുർആന്റെ അധ്യാപനങ്ങളും സാരാംശങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ജീവിക്കണം. അതാണ് ഈ ലോകത്തിന് കൊടുക്കാനുള്ള, മുസ്ലിം എന്ന് പറയാനുള്ള പരിഹാരമാർഗം. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ, ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിച്ച് പ്രായോഗികമാക്കി കഴിഞ്ഞാൽ, അള്ളാഹു നിങ്ങളെ ജീവിതത്തിന്റെ സകലമായ ഇരുട്ടിൽ നിന്നും അവൻ പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമ്പത്തിക കാര്യങ്ങളിലോ സാമൂഹിക രാഷ്ട്രീയ ഭരണ തുടങ്ങിയ ജീവിതത്തിന്റെ എന്തെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം പ്രകാശം വീശുന്നതായിരിക്കും ഈ ഖുർആൻ. റബ്ബ് തആല നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകും. വല്ലദീന കഫറൂ ഔലിയാഉഹും അത്താഗൂത്ത്. എന്നാൽ ഈ ഖുർആനെ നിഷേധിക്കുന്ന ആളുകള്, അതുപോലെ ദുർമൂർത്തികള്, മിത്രങ്ങളായ ആരാധന്മാരായ ആളുകള്, യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്. അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ജീവിക്കുന്ന പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ്, കൂരിരുട്ടിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുക. ഖുർആനിന്റെ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാത്ത ഒരു ഫോർമുലയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരം ഫോർമുലകളെ പിൻപറ്റുന്ന ആളുകളെ അത് കൊണ്ടുപോവുക ഇരുട്ടിലേക്കാണ്, അക്രമത്തിലേക്കാണ്, വിഭാഗീയത്തിലേക്കാണ്, വംശീയതയിലേക്കാണ്, വർഗീയതയിലേക്കാണ്, സർവനാശത്തിലേക്കാണ്. റബ്ബിന്റെ അല്ലാത്ത ഫോർമുലകളെല്ലാം നമ്മളെ കൊണ്ടുപോവുക. അതുകൊണ്ട് ഈ റബ്ബിന്റെ ഖുർആനാകുന്ന ഈ ഫോർമുല, ഈ സൂത്രവാക്യം, ഇത് ഈ സമൂഹത്തിന് ജീവിതത്തിലൂടെ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അത് നമ്മളെ ഉണർത്തുന്നതാണ് ഓരോ റമദാനും. ഈ റമദാനിൽ നമ്മോട് പറയുന്നതാണ്,
നിങ്ങൾ ഖുർആനിന്റെ ആളുകളാവണം. ഖുർആൻ നിങ്ങളുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അതെ, അല്ലാഹുവിന്റെ താവൂത്തുകളെ, ദുർമൂർത്തികളുടെ, പിശാചിന്റെ വഴിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ആ പിശാചിന്റെ ആളുകള് നരകത്തിന്റെ ആളുകളാണ്, അവരത് ശാശ്വതവാസികളാണ്. അതുകൊണ്ട് കുട്ടികളുടെ പ്രശ്നമാണെങ്കിലും, അതുപോലെ സാമ്പത്തികമായ, സാമൂഹികമായ, സദാചാരപരമായ എന്തൊരു പ്രശ്നമാണെങ്കിലും അള്ളാഹുവിലേക്ക്, അവൻ നമ്മുടെ രക്ഷയായി നൽകിയ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നതാണ് ഈ സമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത്. അതാണ് റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഈ റമദാനിൽ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് നമ്മുടെ അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല എന്തിനാ റമദാനിൽ തന്നത്? എന്തിനു വേണ്ടിയാ? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹദ മിൻകും അശ്ശഹ്റ ഫലയസും. ഇങ്ങനെയുള്ള ഖുർആൻ നിങ്ങൾക്ക് തന്നതിന്റെ കാരണമായി, ഈ ഖുർആൻ കിട്ടിയതിന്റെ സന്തോഷമായി, അതിനുള്ള നന്ദിയായി നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. അപ്പൊ നോമ്പെന്തിനാ തന്നത്? ഖുർആൻ തന്നതിന്റെ നന്ദി കാണിക്കാനാണ്. അത്രമാത്രം പുണ്യങ്ങൾ നിറഞ്ഞ ഈ റമദാൻ നോമ്പ് തന്നത് ആ ഖുർആൻ നമുക്ക് നൽകിയതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി ഉള്ള അവസരമായിട്ടാണെങ്കിൽ ആ ഖുർആൻ നമ്മൾ എത്രമാത്രം അത് പഠിക്കുകയും അത് ജീവിതത്തോട് നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ അവതീർണമായ മാസത്തിൽ നാം ഖുർആൻ പഠിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അല്ലാഹു പറഞ്ഞില്ലേ, യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അല്ലാഹു നിങ്ങളെ ഏതൊരാള് ആ രക്ഷയുടെ മാർഗം പിൻപറ്റുന്നുവോ, വിശുദ്ധ ഖുർആന്റെ മാർഗം പിൻപറ്റുന്നുവോ, അവൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവൻ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് യഹ്ദീ ബിഹില്ലാഹ്, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ നയിക്കുന്നു. മാത്രമല്ല വയഖ്റുജുഹും മിനൽ മുനറാത്തി ആ ഖുർആൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സകലമായ അന്ധകാരങ്ങളിൽ നിന്നും നിങ്ങളുടെ പ്രകാശത്തിലേക്ക് അവൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവൻ നിങ്ങളെ ഏറ്റവും ശരിയായ പാതയിലേക്ക് ആ ഖുർആൻ കൊണ്ട് നയിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു നമ്മളെ പറയുകയാണ്. അപ്പോൾ ഇന്ന് കാണുന്ന കൂട്ടക്കൊലപാതകങ്ങളാണെങ്കിലും, ഒറ്റക്കൊലപാതകങ്ങളാണെങ്കിലും, അതുപോലെ വ്യഭിചാരങ്ങളാണെങ്കിലും, അതുപോലെ ഡ്രഗ്സിന് അഡിഷനായിരുന്നാലും ശരി, എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങള് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, നിങ്ങൾ തീർച്ചയായും മദ്യവും ചൂതും അതുപോലെ തന്നെ നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നടത്തുന്ന ആ അന്ധവിശ്വാസത്തിന്റെ മന്ത്രവാദത്തിന്റെ ബലിപീഠങ്ങളും വല്ലസ്ലാം, നിങ്ങൾ വിശ്വസിക്കുന്ന ജ്യോത്സ്യവുമെല്ലാം തന്നെ റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ഏറ്റവും ലേശമായ പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ലഅല്ലകും തുസ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളാക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഈ സന്ദേശം നാം സ്വീകരിക്കുകയാണെങ്കിൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ കേൾക്കാൻ ഇടവരികയില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സന്താന പരിപാലനത്തിൽ പറഞ്ഞ സൂക്ഷ്മതകളെ പാലിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരം സന്താനം ഉണ്ടാക്കുകയില്ല. അള്ളാഹുവിന്റെ കല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുന്ന തിരക്കിൽ ആ മക്കൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നതാണോ, നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണിന് കോർമ്മ നൽകുന്നതാണോ, അതോ സമൂഹത്തിൽ തല കുനിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മക്കളാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഓ വിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്ന്. അതെ, നാം എപ്പോഴും ചിന്തിക്കണം, പഠിച്ച റബ്ബിന്റെ
ആ അധ്യാപനങ്ങൾ പകർന്നു കൊടുക്കാതെ മക്കളെ വളർത്തിയാൽ മക്കളുടെ ആത്മാവിനും മനസ്സിനും ആവശ്യമായ സംസ്കരണം നൽകാതെ, ഭക്ഷണം നൽകാതെ ശരീരം മാത്രം തൊഴിപ്പിക്കുന്ന മസിൽമേന്മാരായി വളർത്തിക്കൊണ്ടുവന്നാൽ ആ മക്കളെ കൊണ്ട് അഭിമാനമല്ല അപമാനമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മക്കളുടെ ശരീരത്തിന്റെ ഭംഗിയും അവരുടെ ആരോഗ്യവും അവരുടെ വിദ്യാഭ്യാസവും അവർ കൊണ്ടുവന്ന കറൻസി കെട്ടുകളുമാണ് നിങ്ങളുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, ആ മക്കൾ നിങ്ങൾക്ക് ഈ ലോകത്ത് അപമാനമായിരിക്കും, നാളെ പരലോകത്തും അപമാനമായിരിക്കും. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മക്കളാക്കിയാൽ ആ മക്കളെ കുടുംബത്തിനും സമൂഹത്തിനും ഇഷ്ടപ്പെടും, ആ മക്കളെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുകയും ചെയ്യും. അള്ള വെറുക്കുന്ന മോനാണോ ആ മോനെക്കൊണ്ട് മോളെക്കൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല, നിങ്ങൾക്കും ഉണ്ടാവുകയില്ല. അതാണ് ഇന്ന് നടന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിലുള്ള ആ എഴുതാ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഖുർആൻ പകർന്നു നൽകിയ വിശ്വാസം ഉൾക്കൊള്ളുകയും പങ്കുവെക്കുകയും നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഗുണമെന്താണെന്ന് അറിയുമോ? ഒന്നാമതായി ഭയമില്ലാതെ നിർഭയരായി അവർക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാ. നിർഭയരായി അവർക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ അഹ്ബിതു മിൻഹാ ജമിയാ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തില് അള്ളാഹു ആ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞൊരു വാക്കാണിത്. അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട്, പാപിയായിക്കൊണ്ട്, തെറ്റുകൾ ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് പോകുമ്പോൾ ആ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാമിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ഭൂമിയിലേക്ക് പോ. ഉടനെ തന്നെ നിങ്ങൾക്ക് എന്റെ അടുക്കൽ നിന്നുള്ള ഒരു വഴി, ഒരു മാർഗം കൊണ്ടുവരപ്പെടും, ഒരു സന്മാർഗം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏതൊരാൾ ആ സന്മാർഗം പിൻപറ്റുന്നുവോ അവർക്ക് പിന്നെ ഒരു ഭയമോ വ്യാകുലതയോ വേണ്ട. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന വീട്ടിൽ ഭാര്യയെ കുറിച്ചോടിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന്റെ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കാലഘട്ടത്തിൽ രാത്രിയിൽ ദേശപ്രസന്നായി സഞ്ചരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുകയാണ്. തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അതിർത്തിയിൽ പോയി മാസങ്ങളോളം യുദ്ധം ചെയ്യുന്ന ആ ഭടന്റെ ഭാര്യ, ചെറുപ്പക്കാരിയായ ഭാര്യ, അവിടെ വികാരമടക്കാൻ കഴിയാതെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയുന്ന ആരെന്നും, പടച്ചവനെ, നിന്റെ നരകത്തിന് എനിക്ക് ഭയമുണ്ടായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ വ്യഭിചരിക്കുമായിരുന്നു എന്ന്. എന്താണ് ആ സഹോദരി പറഞ്ഞത്? ഖുർആൻ ഭയപ്പെടുത്തിയ ഭയം, ഖുർആൻ കാണിച്ച മാർഗം, ഖുർആൻ തെളിച്ച വഴി അവളെ മനസ്സിലാക്കി. നരകമുണ്ട്, വ്യഭിചാരികൾക്ക് നൈമിഷികമായ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാശ്വതമായ നരകമാണുള്ളത് എന്ന ആ ഭയമാണ് പാതിരാത്രിയിൽ 1400 വർഷം മുമ്പ് ജീവിച്ച ഒരു വിദ്യാസംസ്കാരമില്ലാത്ത ഒരു കാട്ടവരി സമൂഹത്തിലെ പെണ്ണ് രാത്രി ഒറ്റയ്ക്ക് കിടന്നുകൊണ്ട് പടച്ചവനെ, എന്നെ ആരും തടയാനില്ല, നിന്റെ നരകത്തിന്റെ തീ മാത്രമാണ് എന്റെ മനസ്സിനെ പൊള്ളിക്കുമെന്ന് പറഞ്ഞാൽ അതാണ് ഖുർആൻ വിശദീകരണം. ഒരു ഭാര്യയെയും ഭർത്താവിനെ ഭയപ്പെടണ്ട, ഒരു ഭർത്താവിനെയും ഭയപ്പെടണ്ട, ഒരു മാതാപിതാക്കൾക്കും പിന്നീട് വൃദ്ധസദനങ്ങൾക്ക് വേണ്ടി വരില്ല, ഒരു മക്കളും തെരുവിൽ ഉപേക്ഷിക്കപ്പെടുകയില്ല ഖുർആന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ. അതുകൊണ്ട് വെറുതെ ഒരു കലേശുമാരി മുസ്ലിമായി പള്ളിയിൽ വന്നു പോകുന്ന, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത, മക്കളുടെ സംശയങ്ങൾ പോലും തീർത്തു കൊടുക്കാൻ കഴിയാത്ത വെറും നാമധാരികളായി ജീവിച്ചാൽ ഇനിയും ഇതിലേറെ അധപ്പതിക്കാൻ പോകുന്ന മുസ്ലിം സമുദായം. പ്രിയമുള്ളവരെ, നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമസ്കരിക്കാൻ പോകുന്ന സൂറത്തിന്റെ അർത്ഥം പോലും അറിയുന്ന എത്ര ആളുകളുണ്ട്? എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? ഈ സമുദായം എങ്ങനെയാണ് വിജയിക്കുക? നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശമായി, വഴികാട്ടിയായി, നമ്മുടെ ഗൈഡൻസായി അല്ലാഹു നമുക്ക് നൽകിയത് ഒരു സൂറത്തിന്റെ അർത്ഥം പോലും അല്ലാഹ് എന്താണ് എന്നോട് പറയുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, പിന്നെ എന്ത് പുരോഗതി, പിന്നെ എവിടെ നിന്നാണ് രക്ഷ കിട്ടുക? നോക്കൂ, നമ്മളെക്കാൾ മുരളന്മാരായ കാടന്മാരായ ആ കാട്ടറബികളെ മാറ്റിയത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ വചനങ്ങളെ കൊണ്ടാ. ഇന്ന് നമ്മൾ പറയുന്നു അല്ലാഹുവേ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശഹദാഇ വസ്സാലിഹീൻ. അല്ലേ, നമ്മൾ സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോ അതിന്റെ തഫ്സീർ അവിടേക്കാണ് പോകുന്നത്. അല്ലാഹുവേ നബിമാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഖുർആൻ കൊണ്ടാണ് ഉണ്ടായത്. ഉമറുള്ളാഹി ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മുരടനായിരുന്ന ദുർഭാഷക്കാരനായിരുന്ന ഉമർ റളിയല്ലാഹുവിനെ, ആ ഉമർ റളിയല്ലാഹു എത്രമാത്രം ദയാലുവും നീതിമാനുമായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? എങ്ങനെയാ മാറിയത്? ഈ ഖുർആൻ കൊണ്ടാണ്. നമ്മുടെ മക്കൾ എത്ര മോശമാണെങ്കിലും ഉമറിനെ മാറ്റാൻ ഖുർആനിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ മക്കളെയും മാറ്റാൻ കഴിയും. നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അല്ലെ, ഒരു ക്ലാസ്സിന് വിളിച്ചാൽ, ഒരു മദ്രസയിലേക്ക് വിളിച്ചാൽ, പള്ളിയിലേക്ക് വിളിച്ചാൽ, കുട്ടികൾക്ക് പഠനം, പരീക്ഷ, അത് കഴിഞ്ഞ വിവാഹം, പിന്നെ ഗർഭിണി, പിന്നെ ഗൾഫ്, പിന്നെ മക്കള്, ഇങ്ങനെ പറഞ്ഞ് അവസാനം ഖുർആൻ വായിക്കാൻ പോലും അറിയാത്തവരായിക്കൊണ്ട് നമ്മുടെ മക്കൾ ഇവിടെ മരിച്ചു പോകുന്നു. ഇതാണ് നമ്മുടെ ദുര്യോഗം, ഇതാണ് നമ്മുടെ അധപ്പതനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, രണ്ടാമതായി കിട്ടുന്ന ഖുർആൻ എന്താണെന്ന് അറിയുമോ? അതാണ് നമ്മൾ പറഞ്ഞത്, ഖുർആൻ അനുസരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പടച്ചവന് ഭയമുണ്ടാകും. അപ്പോൾ അവരെല്ലാ തിന്മകളിൽ വിട്ടുനിൽക്കും. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. പടച്ചവന് ഭയമില്ലാത്തവന് മാതാപിതാക്കളെ ഭയമുണ്ടാവില്ല, സമൂഹത്തെ നേതാക്കന്മാരെയും ബഹുമാനിക്കേണ്ടവരെയും ബഹുമാനവും ഭയവും ഉണ്ടാവില്ല. ശരിയല്ലേ? എന്ന് നോക്കൂ, ഇന്നത്തെ ന്യൂജനിലേക്ക് നോക്കൂ. ആരോടെങ്കിലും ബഹുമാനമുണ്ടോ? ആരോടെങ്കിലും ഭയമുണ്ടോ? എന്താണോ വെച്ചാൽ പോടോ, 60-70 വയസ്സായ ആളവരെ താൻ പോടോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ കൾച്ചർ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചവനെ ഭയപ്പെടാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിലേ അള്ളാഹ് പറഞ്ഞനുസരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ. അത് ലംഘിക്കുമ്പോൾ ഭയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് ഖുർആൻ ഇറങ്ങി വരണം. വെറുതെ വായിക്കുന്ന ഖുർആനല്ല, പഠിക്കുന്ന ഖുർആൻ. ഖുർആൻ പഠിക്കണം, അത് ജീവിതത്തിലേക്ക് ഇറങ്ങണം. എങ്കിൽ അള്ളാഹ് പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ഏതൊരാള് തന്റെ രക്ഷിതാവിനെ ഭയപ്പെടുകയും അവന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങളെ അവൻ മാറ്റിവെക്കുകയും ചെയ്യുന്നുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, തീർച്ചയായും അവൻ നിത്യതയുടെ സ്വർഗ്ഗത്തോടായിരിക്കും ഉണ്ടാവുക. അതെ, അള്ളാഹുവിന്റെ ഭയത്തോടുകൂടി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ കഴിയണം. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവർക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, തന്റെ രക്ഷിതാവിനെ അങ്ങനെ ഭയപ്പെടുന്നവരാണ് അവർക്ക് 2 സ്വർഗം നൽകുമെന്ന് അള്ളാഹു പറയുന്നു. മൂന്നാമതായിട്ടോ, ഖുർആൻ ഒരു സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും മനസ്സിലാക്കി അവർ വായിക്കണം. എന്നാല് ജീവിതത്തിൽ സ്വാധീനമുണ്ടാവും. വെറുതെ ഓതിയാ മാറൂല. അത് അർത്ഥവും ആശയവും മനസ്സിലാക്കി പഠിച്ചാൽ ജീവിതത്തെ സ്വാധീനിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വീടിന്റെ ഷോക്കേസിൽ അലങ്കരിച്ചു വെച്ചിട്ടില്ലേ ഖുർആൻ? പള്ളിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടില്ലേ ഖുർആൻ? എന്തേ ആ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല? നിങ്ങളുടെ മനസ്സുകൾ പൂട്ടിയിരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ആ ഖുർആൻ എടുത്ത് വായിക്കണം, അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കണം. കിതാബുൻ ഫസ്സലത് ആയാതുഹു ഖുർആനൻ അറബിയ്യ, വ്യക്തമായി വേർതിരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവൻ ഇറക്കിയിരിക്കുന്നു. ആർക്ക് വേണ്ടി? ലിഖൗമി യഅലമൂൻ, മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ നൽകിയത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കപ്പെടുന്നത് എന്നാണ്, അത് അലങ്കരിച്ചു വെക്കാനുള്ളതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങണം. നമ്മൾ കൊല ചെയ്ത കുട്ടികളെ എന്ന് പറയേണ്ടത് ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും നേതൃത്വം നൽകുന്ന കുടുംബനാഥന്മാരും മഹല്ല് നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരുമെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിന് ഞങ്ങൾ എന്താണ് വഴി കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ?
സമൂഹം ചിന്തിക്കണം. ഒരുപാട് അവസരങ്ങൾ തുറന്നു കിടക്കുമ്പോഴും ഞങ്ങൾ അതിലേക്ക് ചെല്ലുന്നുണ്ടോ, നമ്മളത് പഠിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഈ രണ്ടിൽ ഭാഗം ചിന്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാവൂ. കാരണം ഈ ലോകത്തിന് മാതൃകയായിട്ട് അള്ളാഹു നമ്മളെയാണ് അയച്ചത്. കുറുന്തോട്ടിക്ക് വാദം പിടിച്ച് അങ്ങനെ ഉണ്ടാവും. എല്ലാ വാദത്തിനും ചേർക്കുന്ന മരുന്നിലൊന്നാണ് കുറുന്തോട്ടി. ആ കുറുന്തോട്ടിക്ക് തന്നെ വാദം വന്നാലോ? ഇതുപോലെയാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ. എല്ലാത്തിനും മാതൃക കാണിക്കുന്ന മുസ്ലിംകള, എന്നാൽ ഇന്ന് എല്ലാ തിന്മകൾക്കും അവരാണ് മാതൃകയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത്? ഒരൊറ്റ കാരണമാണ്, അവരുടെ ജീവിതത്തിൽ ഖുർആനില്ല. അവരെ ഖുർആനുമായി അടുക്കുന്നില്ല, അവരെ പഠിക്കുന്നില്ല. എല്ലാ പള്ളികളിലും ഇന്ന് ഖുർആൻ ക്ലാസുകളും പഠന ക്ലാസുകളും ഉണ്ട്. എത്ര പേരതിലേക്ക് വരുന്നുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കും ഈ സമുദായത്തിന്റെ നാശത്തിന്റെ കാരണം എന്താണ് എന്ന്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ദുഷിച്ച ചിന്തകളെ കൊണ്ടും ചളി പുരണ്ട ഹൃദയത്തിന് ഖുർആന്റെ മധുരം ഒരിക്കലും നുകരാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്, വിശ്വാസം സംസ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകള്, മഹാന്മാരായ പണ്ഡിതന്മാർ വരെ ഒരു ദിവസത്തിൽ ഒരു ഖത്തം തീർക്കുന്നവർ മുതൽ 3 ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടുമെല്ലാം റമദാൻ 60 ഖത്തം തീർക്കുന്നവർ വരെ മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് റമദാൻ മാസത്തില് 60 ഖത്തം ഓതുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുക. അപ്പൊ ഒരു സത്ര ഖത്തോദനം, 2 ഖത്തോദനം അല്ലെ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ ആരാ? ചെറുപ്പം മുതലേ ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യൻ. നമ്മളോ? അപ്പൊ നമ്മളൊരു 120 ഖത്തമോതുണ്ട് അതിന്റെ അടുത്ത് എത്തണമെങ്കിൽ. എന്നിട്ട് നമ്മൾ എത്ര ഖത്തമോതുണ്ട്? ഇപ്പൊ 6 ദിവസമായില്ലേ? ചിന്തിക്കൂ, ഖുർആൻ എത്ര ജുസ്? 6 ജുസെങ്കിലും ആവണ്ടേ? എന്നാലേ 30 ജുസിലേക്ക് എത്താൻ പറ്റുള്ളൂ. 30 ദിവസം ഉണ്ടെങ്കിൽ അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഒരു 2 പേജ് കൂടുതൽ ഓടണ്ടേ? ഞാൻ എവിടെ എത്തി? ഞാൻ ഈ റമദാനിൽ നമസ്കരിക്കാൻ പോകുന്ന സൂറത്തിന്റെ അർത്ഥമെങ്കിലും പഠിച്ചോ? ഇത്രയും ദിവസമായില്ലേ? ഇപ്പോഴും ഞാൻ ഓടുന്ന ഖുൽ ഹുവല്ലാഹിന്റെ അർത്ഥം എനിക്കറിയുമോ? ഒന്ന് ചിന്തിക്കണ്ടേ നമ്മൾ? അധികം ആൾക്കാർ ഓരോ ഖുൽ ഹുവല്ലാഹിനകത്തിനേക്കാൾ കസറാണ്. അതിന്റെ അർത്ഥം അറിയൂ? ആ ഓടുന്നതിന്റെ അർത്ഥം എന്താ? ആ സൂറത്ത് എന്തിനാ ഇറങ്ങിയത്? അത് നമ്മുടെ ജീവിതമായിട്ടെന്താ ബന്ധം? ചിന്തിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അത് ഒരുപാട് വലിയ ആശയങ്ങള് വെറും ഇന്നാകത്തേനാക്കന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ ഒരു മനുഷ്യൻ മാറും. അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാവും. 3 ആയത്ത് ഉള്ള സൂറത്ത്, അതിന്റെ അർത്ഥം തെറ്റാന്ന് പറയാൻ കഴിയുമോ? എന്താണ് ആ സൂറത്ത് ഇറങ്ങിയത്? എന്താണ് നമ്മളോട് ആ സൂറത്തിന്റെ ആയത്തുകൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വിജയം എവിടെയാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ, ജീവിതത്തോട് ചേർത്ത് നിർത്താൻ, ഭാര്യയും മക്കളും ഭർത്താവും ഉമ്മയും വാപ്പയും സഹോദരനും സഹോദരിയുമല്ല ഖുർആൻ പഠിച്ച് ഇസ്ലാമികമായ കുടുംബമായി അയൽവാസികൾക്കും നാട്ടുകാർക്കും മഹിതമായ മാതൃകയാവാൻ, നമ്മളെ കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാൻ ഞാനും അതുപോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ നമ്മോട് നൽകുന്ന സന്ദേശമാണ് വിശുദ്ധ റമദാന്റെ ഏറ്റവും വലിയ സന്ദേശം. അത് കിട്ടിയതിനുള്ള നന്ദിയും അനുഗ്രഹവുമാണ് റമദാൻ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും ഖുർആൻ ഓതാൻ പോലും അറിയാതെ മരിച്ചു പോകുന്ന ഒരു ദുരന്തം വലിയൊരു ദുരന്തമാണ്. ഖബറും തന്നെ അടികിട്ടുന്നതാണ്. ഖുർആൻ പഠിക്കാതെ പാപങ്ങളുമായി പോകുന്നവർക്ക് മുങ്കൻ നക്കീറിന്റെ കയ്യിൽ നിന്ന് ഖബറും തന്നെ അടികിട്ടുമെന്നാണ്. വലിയ ഇരുമ്പിന്റെ കൂടങ്ങൾ കൊണ്ട് തലയുടെ പിൻഭാഗത്തേക്ക് ആഞ്ഞടിക്കും മുങ്കർ നക്കീർ അലൈഹിസ്സലാം എന്നാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് ഖുർആൻ. നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിക്കുമ്പോൾ അതിന് വിശദീകരണമായ സുന്നത്ത് അതിന്റെ കൂടെ വരും, ഹദീസും അതിന്റെ കൂടെ വരും.
ഇനി പറയണ്ട ഖുർആൻ മാത്രം പഠിക്കാൻ പറഞ്ഞു, ഹദീസ് പഠിക്കാൻ പറഞ്ഞില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല. ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ അതിന്റെ തഫ്സീർ മനസ്സിലാകും. തഫ്സീർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വിശദീകരണങ്ങളാണ്, പ്രവാചകന്റെ സുന്നത്തുകളാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിക്കുക, ജീവിതം മാറും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ അല്പമെങ്കിലും നന്മ നിലനിൽക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ ധാരാളം നമ്മുടെ നാടുകളിൽ നമ്മുടെ മുൻഗാമികൾ അരയും തലയും മുറുക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരും സമാജത്തിന്റെ വലിയൊരു ഭാഗം കൊടുത്തുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വെറുതെ അതും ഇതൊക്കെ പഠിച്ച് ജോലിയില്ലാതെ തിരിയുന്നതിന് പകരം നിങ്ങൾ അറബി കോളേജുകളിൽ കുട്ടികളെ പറഞ്ഞയച്ചാൽ BA അഫ്ദലുൽ എല്ലാ ഡിഗ്രിക്കും കിട്ടുന്ന ജോലി അവർക്കും കിട്ടും. ക്ലബിക്കൽ എല്ലാ ജോലിയും അവർക്ക്, ഡിഗ്രിക്കാർ കിട്ടുന്ന എല്ലാ ജോലിയും അവർക്ക് കിട്ടും. അതിന് പ്ലസ് ആയിട്ട് പള്ളിയിൽ ഖുതുബ പറയാൻ കഴിയും, സമൂഹത്തിനെ നേർമാർഗത്തിനെ നയിക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്കൂളിലും മറ്റും അധ്യാപകനായി കയറാൻ കഴിയും. അങ്ങനെ ഒരുപാട് ചാൻസുകളുണ്ട്. പക്ഷെ അധികം ആളുകൾക്കും അറബി കോളേജിന്റെ മഹത്വം അറിയില്ല. എവിടെയും കിട്ടിയില്ല, മാർക്ക് വന്നിട്ട് അറബി കോളേജ് കൂടി ചേർത്ത അങ്ങനത്തെ ആൾക്കാരെ കിട്ടിയിട്ട് എന്താ കാര്യം? ഒന്നിനും കൊള്ളാത്ത മണ്ടൂസുകളെ കൊണ്ട് അറബി കോളേജ് ചേർത്തിട്ട് ഈ സമുദായത്തെ നയിക്കാൻ കഴിയുമോ? അതല്ല വേണ്ടത്. നല്ല മിടുക്കന്മാരായ കുട്ടികളെ കൊണ്ട് ചേർത്തിയാൽ ഈ സമുദായം നന്നാവും. നമുക്കിപ്പോ വെലുമത്തരം പറയല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് വന്ന് ഖുതുബ പറയുന്നു, നിങ്ങൾ ഉപദേശിക്കുന്നു. ഏതെങ്കിലും ഒരാൾ നന്നായാൽ എൻ്റെ ഉപ്പാന്റെ ഖബറിലേക്ക് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നന്മകൾ ഇല്ലേ? എൻ്റെ ഉമ്മാന്റെ ഖബറിലേക്ക് ഇറങ്ങൂലേ? ചെയ്യുന്ന എല്ലാ നന്മയിൽ നിന്നും എത്ര ആളുകൾ നിങ്ങൾ ഈ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു പറഞ്ഞു അതൊന്നും ഒരു പങ്കെന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അതേപോലെ വലിയൊരു നന്മയാണ് കിട്ടാൻ പോകുന്നത് കുട്ടികൾ ഇൽമ പഠിച്ചാൽ. മൗലവിയാണെന്നൊന്നുമില്ല, മൗലവിയാകേണ്ട ജോലിയല്ല, അത് നമ്മുടെ കടമയാണ്. പക്ഷെ മറ്റു പല ജോലിയും ചെയ്യാം അത് പഠിച്ചാലും. അതുകൊണ്ട് ആ കാര്യം ചിന്തിക്കണം. അത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് നമ്മൾ കളക്ഷൻ വെച്ചിരിക്കുന്നത് അതുപോലെ സ്ഥാപനത്തിനാണ്. ജാമിയ സലഫിയ കരിങ്ങനാട് 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. യത്തീം കുട്ടികൾ, അഗതികളായ കുട്ടികൾ. ലോകത്തിന് വിവിധ രാജ്യങ്ങളിലൊക്കെ അവിടെ നിന്ന് പഠിച്ച പണ്ഡിതന്മാര് ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം പെൺകുട്ടികൾ, അശരണായ പെൺകുട്ടികൾക്ക് അവിടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും ടൈലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹോസ്റ്റല്, മദ്രസ, പള്ളി, സ്കൂള്, അറബി കോളേജ് എല്ലാം നടത്തുന്ന മഹത്തായ സ്ഥാപനമാണ്. അതിന് ഉള്ള വരുമാനം നമ്മളൊക്കെ കൊടുക്കുന്ന സദഖ സക്കാത്തുകളാണ്. ജാരിയായ സദഖയാണ് അതിന് കൊടുക്കുക. സക്കാത്തും കൊടുക്കാം, സദഖയും കൊടുക്കാം. അത് ഖിയാമത്ത് നാൾ വരെ പുണ്യം കിട്ടുന്ന ഒരു നന്മയാണ്. അതുകൊണ്ട് കഴിയാവുന്ന പരമാവധി സഹായം അതിനു വേണ്ടി നൽകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദീനീ പഠനത്തിന് പ്രാധാന്യം നൽകുക, പ്രോത്സാഹിപ്പിക്കുക. അള്ളാഹു നമ്മുടെ വിശുദ്ധ ഖുർആന്റെ ആ പ്രകാശത്തിൽ നയിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് വന്ന ഈ അധപതനത്തിന് അള്ളാഹു കരകയറ്റുമാറാകട്ടെ. അതിന് നമ്മുടെ ജീവിതം സാക്ഷിയാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تشبه حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.